ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഖില രഞ്ജിത്ത് ഓൺ സ്റ്റേജ്. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കൊച്ചു ട്രിപ്പിന് പോകാമെന്ന് കരുതി. അപ്പം നമ്മൾ രാവിലെ ഇറങ്ങി ഏതാണ്ട് 5:30 ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മളിപ്പം ഈ കൊട്ടാരക്കര ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ പോകുന്ന സ്ഥലം പറഞ്ഞിട്ടില്ല. പോകുന്ന സ്ഥലം വന്നിട്ട് വാഗമണ്ണാണ്. ഞാനും ഉണ്ണിയുണ്ട്. ഉണ്ണിക്കിന്ന് പോകണ്ട, അപ്പോൾ ഓഫ് കിട്ടി. അപ്പം ഞങ്ങളിരിക്കും എവിടെയും പോകണ്ട. അപ്പം നമ്മൾ എഴുതി നമുക്ക് ട്രിപ്പിന് പോകാമെന്ന്. അപ്പം ഞങ്ങൾ പോയിട്ട് അവിടെ എത്തിയിട്ട് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഉണ്ണി ഹായ് പറയൂ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ ചായ കുടിക്കാനായിട്ട് കയറി. ഇതും കൊട്ടാരക്കര ആ ഭാഗത്ത് എവിടെയാണ് കറക്റ്റ് സ്ഥലം നമുക്കറിയത്തില്ല. അങ്ങനെ അവിടെ കയറി ചായക്കൊക്കെ ഓർഡർ കൊടുക്കാൻ തന്നെ ഏതാണ്ട് 1 മണിക്കൂർ എടുത്ത് കണക്കായിരുന്നു ഫീൽ ചെയ്തത്. കാരണം ഇവരാരും നമ്മൾ കയറിയതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരവരുടെ കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ചായ ഓർഡർ ചെയ്ത് വന്നപ്പോൾ ഒരു ഊള ചായയും കൂടി ആയിപ്പോയി. സുഖമായിരുന്നു. ഒരു യാത്രയുടെ തുടക്കം തന്നെ നല്ല സൂപ്പർ ഫുഡ് കിട്ടി. അതിനുശേഷം പിന്നെ സ്ഥലമൊക്കെ കണ്ടപ്പോഴത്തേക്കും ഒരുവിധ സങ്കടമൊക്കെ മാറി. ഞങ്ങളിങ്ങനെ ചുമ്മാ യാത്ര തുടർന്ന്. അപ്പോൾ യാത്ര ചെയ്യുന്ന ഈ സ്ഥലമൊക്കെ ഭയങ്കര പച്ച കളറാണ്, ഒരു ഗ്രീനറി, നല്ല രസമുണ്ട്. ഫുള്ളായിട്ട് മരങ്ങളൊക്കെ ഇങ്ങനെ റോളോട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കണ്ണിന് ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെ ഞാനിതെല്ലാം ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എനിക്ക് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിക്ക് ആ തണുപ്പുള്ള സ്ഥലത്ത് പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്ര ഇഷ്ടമൊന്നുമില്ല. കാരണം എനിക്ക് തണുപ്പിനോട് നിന്ന് പിടിച്ചിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ അടുത്തൊരു സ്പോട്ട് എത്തിയപ്പോൾ ഇതും അതിനെക്കാട്ടി അടിപൊളി. നമ്മളെ കേരളം എത്ര സുന്ദരമാണ് ഗൈസ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ട് ഇത് ഈരാട്ടുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്ക് നമുക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതായി. അതിന് മുമ്പേ നമ്മൾ വെജ് ഹോട്ടലൊക്കെ കണ്ടിട്ട് കയറാതെ വന്നതാണ്. ഇപ്പോൾ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴാണ് വിശപ്പ് തുടങ്ങിയത്. പക്ഷേ കയറി കഴിച്ചു. അവിടുത്തെ ദോശയും ചമ്മന്തിയും ഓക്കെ ആണെങ്കിലും ഓംപ്ലേറ്റ് അടിപൊളിയായിരുന്നു. അതൊരു രക്ഷയില്ല. ഞാൻ ദോശ കഴിച്ച ക്ഷീണത്തിൽ ഞാൻ ഓംപ്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഉണ്ണിയുടെ കയ്യിൽ ഇച്ചിരി കഴിച്ചപ്പോഴാണ് മനസ്സിലായത് സൂപ്പറാണ്. അതിന് അതുകൊണ്ടൊരു സമാധാനം ഉണ്ടായി. പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പം നിങ്ങൾ ഈ യാത്രയിൽ പോകുന്ന സ്ഥലമൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ വാഗമൺ എത്തുമ്പോഴത്തേക്ക് തിരിച്ചു വരാം. അപ്പം ഞാൻ വാഗമൺ എത്തുമ്പോൾ വരാമെന്നാണ് പറഞ്ഞെങ്കിൽ ഇത് വാഗമൺ എത്തിയില്ല. എത്തുന്ന ആ ഒരു റോഡിൽ കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ കയറുന്ന സ്ഥലത്ത് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ട് ജസ്റ്റ് ആ സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ഇറങ്ങിയത് നന്നായി. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇവിടെ നിന്ന് എങ്ങാനും താഴെ പോയി കഴിഞ്ഞാൽ ഉള്ളൊരു അവസ്ഥ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും. ഞാനോ എൻ്റെ ഫോണോ പോയി കഴിഞ്ഞാൽ, എൻ്റെ ഫോൺ പോയാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ഗൈസ്? അപ്പം ഞാൻ ഇച്ചിരി അകത്തോട്ട് നിന്നോളാം. അങ്ങനെ ഞങ്ങൾ അകത്ത് നിന്ന് കുറച്ച് നേരം അവിടെയൊക്കെ സ്ഥലം കണ്ട്. പക്ഷേ അടിപൊളി. എനിക്ക് വേറൊന്നും പറയാനില്ല. അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ച് നേരം അവിടെ നിന്നിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. പക്ഷേ വെയിൽ അത്ര അറിയുന്നില്ല നമ്മൾ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും കൊണ്ട് അറിയാത്തതുമായിരിക്കും. അങ്ങനെ നമ്മൾ നേരെ പിന്നെയും കയറാമെന്ന് കരുതി. അങ്ങനെ നേരെ ഇതാണ് കേസ് വാഗമൺ. അങ്ങനെ നമ്മൾ വാഗമൺ ഇത് സിറ്റിയാണോ ടൗണാണോ അങ്ങനെയൊന്നും പറയാൻ എനിക്കറിഞ്ഞൂടാ. അവിടെ എത്തിയിട്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് നേരെ കൊണ്ടിറക്കിയത് ഈ ഒരു ടീയുടെ എസ്റ്റേറ്റിലോട്ടാണ്. അപ്പം ഇത് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ ഞാൻ അവിടേക്ക് കുറേ നേരം ഇറങ്ങി നിന്ന്. പിന്നെ ഇതിനിടയിൽ ടീ എസ്റ്റേറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. എല്ലാവരെയും കാട്ടിലും ജസ്റ്റ് ഒരു ഗ്രീൻ ഇങ്ങനെ മാറി വേറൊരു ഗ്രീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് ദൂരെ നിന്ന് നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. അങ്ങനെ
അവിടേക്ക് ഇറങ്ങി ഇങ്ങനെ നിന്ന് ഞാൻ ഉണ്ണി അവിടേക്ക് കുറേ നേരം നിന്ന് ഉണ്ണി എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന്. ഉണ്ണിയുടെ ഒരു മെയിൻ ഹോബിയാണ് എൻ്റെ ഫോട്ടോസ് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഉണ്ണി എനിക്ക് കുറച്ചധികം നല്ല ഫോട്ടോസൊക്കെ എടുത്ത് തന്ന്. ഡാഡിക്ക് കുറച്ച് തേയിലത്തോട്ടം ഉണ്ടായിരുന്നെങ്കിൽ തേയിലെന്നുള്ളിൽ ഞാൻ ജീവിച്ചേനെ അല്ലേ ഉണ്ണി? അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് റൂട്ട് തെറ്റിപ്പോയി. അപ്പോൾ 2 ചേട്ടന്മാർ ഓട്ടോയിൽ വന്ന് അവരടുത്ത് വെച്ചപ്പോൾ അവർ പറഞ്ഞ് ഇവിടോട്ട് പൊക്കോളാൻ പറഞ്ഞു. മുട്ടക്കുന്നുണ്ട്, അത് ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് പൊക്കോളാൻ പറഞ്ഞ് ആ സൈഡിലോട്ടാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഒന്നുകൂടി വഴി തെറ്റണ്ടെന്ന് കരുതിയിട്ട് മുട്ടക്കുന്ന് ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ യാത്ര പിന്നെയും തുടർന്നു. അങ്ങനെ കറക്റ്റ് മുട്ടക്കുന്നിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നമ്മളെ എത്തിച്ചിട്ടുണ്ട്. അവിടെ കയറുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. കാരണം മുട്ടക്കുന്നെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, മരങ്ങളൊന്നും അത്ര കാണത്തില്ല കുന്നിൻ്റെ മേളിൽ. അതുകൊണ്ട് നമ്മൾ കുടയൊക്കെ എടുത്തിട്ടാണ് നടന്നു പോയത്. അങ്ങനെ നമ്മൾ നടക്കുന്ന വഴി കുറച്ചധികം ദൂരം നടക്കണം അകത്തോട്ട്. അങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവിടെ സൈക്ലിംഗ് അങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും നമ്മൾ സൈക്ലിംഗ് അല്ലല്ലോ, വേറെ സിപ്പ് ലൈൻ അതായിരുന്നു തോന്നുന്നു, അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കയറാനുള്ള ധൈര്യം എനിക്കും ഉണ്ണിക്കും ഇല്ല. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉയരം പേടിയാണ്. അവിടെ നിന്ന് താഴോട്ടെങ്ങാനും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബോധം പോകും. അതുകൊണ്ട് ഞാൻ ഉണ്ണിയും ആ പരിപാടിക്കൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറേ നേരം നിന്നതിന് ശേഷം ഇതിന് മേളിലോട്ട് കയറാമെന്ന് കരുതി, മുട്ടക്കുന്നിൻ്റെ മേളിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ നേരെ നടക്കുന്ന വഴിയിൽ ഈ വഴിയിലെത്തിയപ്പോൾ ഉണ്ണിക്ക് എൻ്റെ വീഡിയോ എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ ഉണ്ണി എടുത്തു, ഞാൻ നടക്കാം നീ എടുത്തു. അങ്ങനെ എടുത്ത് നമ്മൾ നേരെ കയറുന്നിടത്ത് ഇച്ചിരി ഒരു പ്രശ്നമുണ്ട്. കാരണം ചരൽ പോലത്തെ മണ്ണാണ്, ഒന്ന് സ്ലിപ്പായാൽ താഴെ പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം എനിക്ക് കയറ്റോ ഇറക്കാതെ എന്നെക്കൊണ്ട് നടക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഉണ്ണി എന്നെ പിടിച്ചാൽ കയറ്റിയത്. അങ്ങനെ എങ്ങനെയോ ഞാൻ മേളിലെത്തിയിട്ടുണ്ട്. മേളിലെത്തിയിട്ട് അവിടുത്തെ വിഷ്വൽസ് അടിപൊളിയാണ്. അതൊക്കെ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാനിനി എങ്ങനെ താഴോട്ട് ഇറങ്ങുമെന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിലൊരു സങ്കടം. അതൊന്നും ഉണ്ണി ആലോചിച്ച് പോലും കാണത്തില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ അതായിരുന്നു. എൻ്റെ മനസ്സ് ഫുള്ള് ഇതാണ്ട് മുട്ടക്കുന്നിലെത്തി ഗൈസ്, നിങ്ങൾ കണ്ടിട്ടൊക്കെ വായോ. അങ്ങനെ നമ്മൾ മുട്ടക്കുന്നിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി. താഴെ വന്നപ്പോഴത്തേക്ക് നല്ല പോലെ ദാഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ നന്നാറി ഇട്ടൊരു നാരങ്ങ വെള്ളം പറഞ്ഞ് 2 നാരങ്ങ വെള്ളം പറഞ്ഞിട്ട് അതൊക്കെ കുടിച്ച്. അത് കുടിക്കുന്ന സമയത്ത് എനിക്ക് നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം നല്ല ചൂടിന്ന് വന്നിട്ട് തണുത്ത വെള്ളം കുടിച്ചപ്പോഴത്തേക്ക് തൊണ്ടവേദനയൊക്കെ എടുക്കുമെങ്കിലും ചൂട് തന്നെ കുടിക്കണമെന്ന് പറഞ്ഞാലും തണുപ്പ് കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം ആ സമയത്ത് കിട്ടില്ല. പിന്നെ ഇച്ചിരി ദോഷമായാലും ആ സമയത്ത് തണുപ്പിന് വേണ്ടിയിട്ട് അത് കുടിച്ച്. അവിടെ ഫുൾ തേനീച്ചയാണ്. അത് നല്ല സാധനം ആയതുകൊണ്ടായിരിക്കും തേനീച്ച വന്നിരിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ മുട്ടക്കുന്നിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നോക്കി ഇറങ്ങിയേക്കുവാണ് ഗൈസ്. അങ്ങനെ ഈ പോയ വഴിയൊക്കെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമ്മൾ പരസ്പരം പറയുന്നുണ്ട് നമ്മൾ ഇത്രയും വഴി തെറ്റിച്ചാണല്ലോ വണ്ടി ചുമ്മാ ഇട്ട് ഓടിച്ചതെന്നുള്ളത്. അതിനൊക്കെ ശേഷം നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ഫാമാണ്. ഈ ഫാമിൻ്റെ അവിടെ കാണാൻ അടിപൊളിയാണ്, സൂപ്പറാണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു പശുവിൻ്റെ ഫാമാണെന്ന് തോന്നുന്നു. അത് ഫുള്ളൊരു അവർക്കുള്ള പുല്ല് വളർത്തിയിട്ടേക്കുവാണ്. അവർക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്ന പുല്ലായിരിക്കും അത് എന്ന് കരുതുന്നു. അതിനകത്ത് നമുക്ക് കയറാവോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അതിനകത്ത് കയറണമെന്നുള്ളത്. പക്ഷേ അതിനകത്തോട്ട് ആരും കയറുന്നില്ല. അപ്പം നമ്മളും അതിന് വേണ്ടിയിട്ട് നിന്നില്ല. ഇനി കയറിക്കൂടാന്നുണ്ടെങ്കിൽ പിന്നെ കയറി കഴിഞ്ഞിട്ട് വഴക്ക് കേൾക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവിടെ എങ്ങും കയറിയില്ല. പിന്നെ നമ്മളിതെല്ലാം കണ്ട് അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇത് അഡ്വഞ്ചർ പാർക്ക് എന്നുള്ള ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം നമ്മളൊരു പാസ് എടുക്കണം. വണ്ടിക്കും നമുക്കും ഉള്ള പാസ് അവിടെ നിന്ന് എടുക്കണം, മെയിൻ എൻട്രൻസിൽ നിന്ന് എടുക്കണം. അതെടുത്തതിന് ശേഷം ഒരു 80 രൂപ മൊത്തത്തിൽ, അത്രയേ ഉള്ളൂ. അതെടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇച്ചിരിയും കൂടി ഫ്രണ്ടിലോട്ട് പോയതിന് ശേഷം നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് ഇറങ്ങി അവിടേക്ക് ഇങ്ങനെ നോക്കണം നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ പോയത് ഈ ഒരു ബോട്ടിങ് കയാക്കിങ് ആ ഒരു ഏരിയയിലോട്ടാണ്. അപ്പം അവിടെ കയറണ്ടെന്ന് തീരുമാനിച്ച്. നല്ല വെയിലുണ്ടൊന്ന്. പിന്നെ നമുക്ക് രണ്ടുപേർക്കും
എന്നെപ്പോലെ തന്നെ എൻ്റെ ഉണ്ണിക്കും അതൊക്കെ ഇച്ചിരി ഭയമുള്ള കാര്യം. അപ്പം നമ്മൾ അത് വേണ്ടാന്ന് കരുതി ഞങ്ങൾ മെയിൻ കയറണമെന്ന് കരുതി വന്നത് ഗ്ലാസ് ബ്രിഡ്ജായിരുന്നു. അപ്പം ഞങ്ങൾ വേറെ ഒന്നിലും ഞങ്ങൾ കയറാമെന്നുള്ള തീരുമാനം എടുത്തില്ല. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ണി എല്ലാത്തിലും കയറ്റിയിട്ടിട്ട് എനിക്ക് താഴെ നിന്ന് വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ അവൻ കയറൂല. എന്നെക്കാട്ടിലും പേടിയാണ് അവൻ. അപ്പം ഞങ്ങൾ എഴുതി വേണ്ടാന്ന്. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ നടക്കുന്ന വഴിയിൽ ഇങ്ങനത്തെ പൂക്കളൊക്കെ ഉണ്ട്. ആ പൂവിൻ്റെ പേരെന്തോന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പിന്നെ പാരച്യൂട്ടൊക്കെ ഉണ്ടായിരുന്നു. പാരച്യൂട്ട് കാണാനും നല്ല രസമുണ്ട്. ഉയരം പേടിയുള്ളവർക്ക് ഇത് കാണുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളെ കൂടെ അച്ഛനോ അമ്മയോ അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനാണ് വന്നത്. ആ ഒരു സ്ഥലത്തെത്തി. അവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു 2:05. അപ്പോൾ അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു 15 പേരെയോ എന്തോ അവർ കയറ്റത്തുള്ളൂ. അതും 5 മിനിറ്റത്തേക്കാണ്. അത് ഞാൻ കരുതിയത് വെറും 5 മിനിറ്റ് കൊണ്ട് എന്താവുമെന്നായിരുന്നു. പക്ഷേ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് 5 മിനിറ്റ് നമുക്ക് അതിൽ കൂടുതലുള്ള കണക്ക് ഫീൽ ചെയ്യും. പിന്നെ നമുക്ക് വീഡിയോ എടുത്തു തരാനോ ഫോട്ടോ എടുത്തു തരാനോ നമുക്ക് പരിചയമുള്ള ആരുമില്ല. ഇപ്പം ഈ നടന്നു വരുന്ന അങ്കിള് ഞാൻ കഷ്ടപ്പെടുന്ന കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫോൺ കൊടുത്തപ്പം നമ്മളെ 2-3 ഫോട്ടോ നമുക്ക് എടുത്തു തന്ന ആങ്കിളിനെ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ താങ്ക് യു. അപ്പം അതൊക്കെ ചെയ്തു തന്ന് അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളിവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ലപോലെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതൊരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളെ കൂടെ ഈ 15 പേരിൽ 13 പേരുണ്ട്. അപ്പോൾ അതിനകത്ത് 15 പേരിൽ 2 പേര് ഞങ്ങളായിരുന്നു. അങ്ങനെ നമ്മൾ കയറി താഴോട്ട് നോക്കി. എനിക്ക് ആദ്യമൊന്നും അത്ര പേടിയൊന്നും ആയില്ല. പക്ഷേ അതിൻ്റെ അങ്ങ് അറ്റം എത്തുമ്പോഴത്തേക്ക് അത് ചെറിയ രീതിയിൽ മൂവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതിനത് മൂവ് ചെയ്യുന്നുണ്ടോ ഒന്നും എനിക്കറിയത്തില്ല. ആ സമയത്ത് നമ്മളെ കാലിൽ നിന്നൊരു പെരുപ്പ് വരും. അതെനിക്ക് ഇച്ചിരി പ്രശ്നമായിരുന്നു. ആ സമയത്ത് ഞാൻ ഉണ്ണിയെടുത്തു നമുക്ക് ഇറങ്ങിയാലോ എന്ന്. പക്ഷേ ഇറങ്ങണ്ട, 5 മിനിറ്റ് ഉണ്ടല്ലോ, അവരെ ഇറക്കത്തില്ല. അതായിരുന്നു അവിടുത്തെ പ്രശ്നം. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ഞാൻ താഴോട്ട് നോക്കി തിരിച്ച് നടക്കാൻ നേരത്ത് അത് വേണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. താഴോട്ട് നോക്കിയാൽ പിന്നെ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. പിന്നെ വേറെ എന്തോ ഒരു ഫീല് തോന്നും. ആ പാറ അടിയിലുണ്ടായതുകൊണ്ട് എനിക്ക് പാറയിൽ പോകുന്നതാണൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്. അതെല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ താഴോട്ട് നോക്കിയത് വെറും ഒരു മണ്ടത്തരമായിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളിയായിരുന്നു ഒരു ഗൈസ്. ഇത് എല്ലാവരും പോകുമ്പോൾ വേറെ എന്ത് ചെയ്തില്ലെങ്കിലും വേറെ എല്ലാം നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളത് മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ തിരിച്ച് വരാനായിട്ട് ഇറങ്ങി. കാരണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. പിന്നെ ഇനി താമസിച്ചാൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആകും. അതുകൊണ്ട് നമ്മളൊരു 3 മണിയായി. ഇത് അത്ര നേരത്തെയൊന്നും അല്ല, 3 മണി 3:30 ആയി. എന്തെങ്കിലും വെയിലിൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അപ്പം ഇതൊരു 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഇനിയും ഞാൻ ട്രിപ്പൊക്കെ പോകും. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. നിങ്ങളെല്ലാവരും കാണണം. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് വഴി അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബായ്.